റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ കോടതി തീരുമാനമെടുത്ത ശേഷം നടപടികൾ വ്യക്തമാക്കുമെന്ന് പോലീസ് വെളിപ്പെടുത്തി. വേടൻ ഒളിവിലാണെന്നും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പോലീസ് ആവർത്തിച്ചു. അടുത്ത ആഴ്ചയാണ് വേടന് നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷ കോടതി പരിഗണിക്കുക. പരാതിക്കാരിയുടെ യുവതിയുടെ മൊഴിയിൽ പറയുന്ന വേടന്റെ സുഹൃത്തുക്കളിൽ നിന്നും പോലീസ് വിവരം ശേഖരിച്ചിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ എത്തിച്ച് വേടൻ തന്നെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധനയും നടത്തി. കഴിഞ്ഞ ദിവസം വേടന് വേണ്ടി പോലീസുകാർ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. വേടൻ രാജ്യം വിട്ടതായെന്നും ഇതിനോടകം അറസ്റ്റ് ഒഴിവാക്കാൻ വേടന് വിദേശത്തുകാർക്ക് സാധിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ഡിജിറ്റൽ തെളിവുകളുമായി വേടനെ മൊബൈൽ ഫോൺ ട്രാക്കിംഗ് പരിശോധിച്ച് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊച്ചി പ്രോഗ്രാമിന് വേടൻ എത്തിയ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ പരിപാടിക്ക് 2 ദിവസം മുൻപ് സംഘാടകർ വേടന്റെ പ്രോഗ്രാം റദ്ദാക്കി അറിയിച്ചു. ഇതോടെ വേടൻ രാജ്യം വിട്ടതായുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. യുവതി പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് വേടൻ എവിടെയാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. കോഴിക്കോട് സ്വദേശിയായ വനിത ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തത്. 2021 ആഗസ്റ്റ് മുതൽ 2023 വരെ കോഴിക്കോട്, കൊച്ചി, ഏലൂർ എന്നിവിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി എന്ന് പരാതിയിൽ ഇത് വ്യക്തമായി പറയുന്നുമുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. ഈ കാലയളവിൽ പലപ്പോഴായി യുവതി വേടന് പണം കൈമാറിയെന്നും പരാതിയിലുണ്ട്. അക്കൗണ്ട്, ബാങ്ക് ശേഖരവും നൽകിയിട്ടുണ്ട്. പീഡിപ്പിച്ചതിനു ശേഷം വേടൻ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്നും ടോക്സിറ്റിയാണെന്ന് പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്നും പരാതിയിലുണ്ട്. എന്നാൽ ബന്ധം യുവതിയുടെ സമ്മതപ്രകാരമാണെന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളും പരാതി നൽകാനും കാരണമാണ് എന്നും വേടൻ വാദിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് കൈവശം വെച്ചതിലും പുലിപ്പല്ലിമാല കണ്ടെത്തിയതിലും ആരോപണത്തിലും വേടനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. 2 കേസിൽ നിന്നും വേടന് ജാമ്യം ലഭിച്ചു. റാപ്പറായി വൻ ജനപ്രീതി നൽകിയ വേടന് ആരാധക വൃന്ദവുമുണ്ട്. യുവതിയുടെ പരമായ വേടന്റെ പാട്ടുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായാണ് വേടന്റെ വരികൾ ആരാധകർ പറയുന്നു. എന്നാൽ തുടരെ വരുന്ന കേസുകൾ റാപ്പറുടെ ജീവിതത്തെ മാറ്റിമറിയും എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത്. സംഗീത സിനിമാ ലോകത്ത് വേടനെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഏറെയാണ്. കേരളത്തിൽ ഇതിനകം വേടനും വേടന്റെ പാട്ടുകൾക്കും രാഷ്ട്രീയ ചർച്ചയുണ്ടായിട്ടുണ്ട്. ഇതിനിടെയാണ് തുടരെ കേസുകൾ വരുന്നതും. ചർച്ചയുണ്ടായതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ തന്നെയാണ് പടച്ചുപെടുന്നതും. കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായതിനു ശേഷം ഒരു ചാനൽ ചർച്ചയിൽ ഗായകൻ MG ശ്രീകുമാർ വേടനെ അറിയില്ലെന്ന് പറഞ്ഞ് നേരത്തെ വിവാദമായിട്ടുണ്ടായിരുന്നു. വേടന്റെ ആരാധകരാണ് അന്ന് MG ശ്രീകുമാറിനെതിരെ പ്രതികരിക്കുകയും ചെയ്തത്.